ഹായ് ഞാൻ ദീപ. ഇന്ന് ഞാനൊരു ബോഡി മസാജറാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. എനിക്ക് ഫൈബ്രോമയൽജിയ ഉള്ള കാര്യമൊക്കെ ഞാൻ ഒത്തിരി വീഡിയോസിൽ പറയാറുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിന്റെ പല ഭാഗത്ത് ഇങ്ങനെ വേദനയുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു സാധനമാണ് കേട്ടോ. ഞാൻ ഈ ഫൈബ്രോമയൽജിയയുടെ പെയിൻ കാരണം തന്നെ ഒത്തിരി സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ നെക്ക് ഇങ്ങനെ റിലീസ് ചെയ്ത് വെക്കുന്ന പലതരത്തിലുള്ള കോളർ വാങ്ങിച്ചിട്ടുണ്ട്, ടെൻസ് മെഷീൻ വാങ്ങിച്ചിട്ടുണ്ട്, അല്ലാണ്ടുള്ള ഈ ഡോൾഫിൻ മസാജർ, അല്ലാതെ ഇങ്ങനെ ഇടിച്ചിടിച്ച് പോകുന്ന അങ്ങനത്തെ മസാജർ, അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ വാങ്ങിച്ചതിൽ എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നിയതും യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു സംഭവമാണ് ഈ ഒരു നെക്ക് മസാജറാണ്. ഇത് ഫുൾ ബോഡി മസാജറാണ്. നമുക്ക് ബോഡിയുടെ ഏത് ഭാഗത്ത് വെച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഡോൾഫിൻ മസാജറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കഴുത്തിന്റെ ബാക്ക് സൈഡിൽ നമ്മൾ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇരുന്നിട്ട് എങ്ങനെ മസാജ് ചെയ്യണ്ടേ, അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും എങ്ങനെയാന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ ഈ ഒരു നെക്കിന്റെ, അതായത് ഈ ഭാഗത്തുനിന്ന് ബാക്ക് സൈഡിലോട്ടാണ് വേദന. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഈ നെക്ക് ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ടിരിക്കും. കാരണം ഇത് ഈ മുതുകിന്റെ ഈ ഭാഗത്തായിട്ട് പിടിച്ചിരിക്കുകയാണ് മസിൽ എപ്പോഴും. അപ്പോൾ കൈ പൊക്കാനൊക്കത്തില്ല, അങ്ങനെ ഭയങ്കര പ്രയാസം. അപ്പൊ രാവിലെ എണീറ്റ് ആരെങ്കിലും ഒന്ന് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ മാത്രമാണ് ഞാൻ ഓക്കെ ആയിട്ട് അടുക്കളയിലോട്ടൊക്കെ പോയിട്ട് ബാക്കി ജോലികളിലേക്കൊക്കെ പറ്റുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കുറേ നാളായിട്ട് ഇങ്ങനെ മസാജർ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ റിവ്യൂസ് ഒക്കെ കാണുമ്പോൾ നമുക്കൊരു ധൈര്യക്കുറവ്, വെറുതെ പൈസ മുടക്കണോ. അപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ നമ്മുടെ ലുലുവിൽ പോയിട്ട് മറ്റേ ഫുൾ ബോഡി മസാജറിൽ ഒന്ന് ട്രൈ ചെയ്തായിരുന്നു. എനിക്കൊന്ന് 10 മിനിറ്റിന് എങ്ങാണ്ട് 200 രൂപ അങ്ങനെ എങ്ങാണ്ടാണേ. അപ്പൊ അതിൽ കയറിയപ്പോൾ എനിക്കിങ്ങനെ തോന്നി, ഓക്കെ കാലിന്റെ ലെഗ് മസാജർ ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ച ഒരു 10,000-4,000 രൂപയോ അതിന്. അത് വേണോ വേണ്ടയോ എന്നുള്ള ഇതിലാണ് ഞാൻ അതിൽ കയറി നോക്കിയത്, ഫുൾ ബോഡി മസാജറിൽ നോക്കിയത്. അപ്പൊ അത് കാലുമുണ്ട്, കൈയും നെക്കും എല്ലാം ഉണ്ട്. പക്ഷെ അത് എനിക്ക് അത്ര യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല. എന്തോ കാലൊക്കെ എനിക്ക് ഓക്കെ ആയിരുന്നു, പക്ഷെ നടുവിൻ്റെ മേ ബി അവരുടെ സെറ്റിങ്സ് ഒക്കെ മാറിയിരുന്നോണ്ടാണോ എന്ന് അറിയത്തില്ല, നെക്കിന് പകരം നടുവാണ് കൂടുതലും അത് മസാജ് ചെയ്തത്. പക്ഷെ ആ മസാജ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, ആ ഫുൾ ബോഡി മസാജറിന്റെ ഒരു ആ മസാജ് ചെയ്യുന്ന ഒരു എത്ര പ്രഷർ എടുത്തിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമുക്കത് നെക്കിൽ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന് ഇങ്ങനെ ആമസോണിൽ തപ്പിയപ്പോൾ എനിക്ക് കിട്ടിയൊരു സംഭവമാണ്. ഇതിനും റിവ്യൂസ് ചില ഇതൊക്കെ നെഗറ്റീവ് റിവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഇതിന്റെ ഈ ഭാഗത്തായിട്ട് നെറ്റ് ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ നെറ്റാണ്, ഈ നെറ്റിന്റെ ഈ ഭാഗത്ത് ഇങ്ങനെ പൊളിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് റിവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിങ്ങനെ വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെ കുറെ റിവ്യൂസ് കിടപ്പുണ്ടായിരുന്നു. എങ്കിലും എന്തും വരട്ടെ എന്ന് വിചാരിച്ച് മേടിച്ചാണ്. പക്ഷെ ഭയങ്കര വെർത്ത് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇതിന് ഞാൻ വാങ്ങിച്ചപ്പോൾ 2,200 രൂപയായിരുന്നു. പക്ഷെ ഭയങ്കര വേർത്തി ഒരു സംഭവമാണ്. ഞാൻ 1 മാസമായി യൂസ് ചെയ്യുന്നു. ഞാനത് ജൂലൈയിലാണ് വാങ്ങിച്ചത്. ഇതിപ്പം ഓഗസ്റ്റ് കഴിഞ്ഞ് സെപ്റ്റംബർ ആവാൻ പോകുന്നു. അപ്പോൾ അടിപൊളി ഒരു സാധനമാണ്. ഇവിടെ ഇങ്ങനെ 2 ഇതാണുള്ളത്. എന്നിട്ട് ഇതിങ്ങനെ കിടന്ന് കറങ്ങും. അപ്പൊ നമുക്കിതിങ്ങനെ ഇങ്ങനൊരു സംഭവം ഉണ്ട്. നമുക്ക് കസേരയിൽ വേണമെങ്കിൽ കസേര വെച്ചിട്ട് ചെയ്യാം. ഞാനിത് സാധാരണ ഇവിടെ ഒരു മതിലുണ്ട്, ആ മതിലോട്ട് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളിടത്തോട്ട് ഇരുന്നങ്ങ് കുറച്ച് എത്രത്തോളം നമ്മൾ അങ്ങോട്ട് പ്രഷർ കൊടുക്കുന്നു അത്രത്തോളം നമുക്ക് കുറച്ച് അല്ലെങ്കിൽ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നമുക്ക് ഇവിടെയൊക്കെ പെട്ടെന്ന് റിലീസ് ആകും കേട്ടോ. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി ഇത് വെച്ച് ഒന്ന് മസാജ് ചെയ്ത് വിടുകയാണ്. അല്ലെങ്കിൽ പിന്നെ ഞാനിവിടെ ബിജുവിനെയോ പിള്ളേരെയോ അല്ലെങ്കിൽ ചപ്പാത്തി കോലിനെയൊക്കെ ആശ്രയിക്കേണ്ടി വരും. അപ്പൊ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര എഫക്റ്റീവ് ആണ്. എങ്കിൽ പോലും ഇതിനകത്ത് ഒരു പ്രശ്നമുള്ളത്, നമുക്ക് ഈ ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന ഏരിയ പറ്റും, പക്ഷെ എനിക്കിതാ ഇവിടുന്ന് ഇങ്ങനെ കയറി പിടിക്കും. അത് നമുക്ക് വേറെ ആരെങ്കിലും വന്ന് പിടിച്ചു തന്നാലേ പറ്റത്തുള്ളൂ. എനിക്ക് സാധാരണ ഇവിടുന്ന് ഇങ്ങനെ ഇറുക്കി പിടിച്ച് വലിച്ച് അങ്ങനെ റിലീസ് ആയാലേ അത് ശരിയാവത്തുള്ളൂ. പക്ഷെ അല്ലാതെ നമ്മുടെ ഫ്ലാറ്റ് ആയിട്ടിരിക്കുന്ന മുതുക്, കയ്യ്, കാല് അല്ലെങ്കിൽ നടുവ്, കാലിന്റെ താഴ്ഭാഗം, കാൽപാദമൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല സുഖമാണ് അങ്ങനെ ഒരു മസാജ് കിട്ടുന്നത്. ശരിക്കും നമ്മുടെ ഫുൾ ബോഡി മസാജറിലെ അതേ രീതി തന്നെയാണ് ഇതും. അപ്പൊ ഇതിന്റെ തന്നെ പല വെറൈറ്റി ഉണ്ട്. മൊത്തം ഫുൾ കസേര മൊത്തം നിറഞ്ഞിരിക്കുന്ന ടൈപ്പുള്ള ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് തന്നെ മതിയാവും. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഫുൾ ബോഡി നമുക്ക് മസാജ് ചെയ്ത് എടുക്കാം. നല്ല ഒരു സംഭവമാണ്. അപ്പൊ ജസ്റ്റ് എൻ്റെ ചാനലിൽ ഫോളോ ചെയ്യുന്ന കുറെ പേർക്ക് ഇതുപോലെ ഈ ബോഡി പെയിൻ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര ഒരു ഗിഫ്റ്റ് ചെയ്യാൻ പാകത്തിന്റെ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് ചോദിച്ചു. എനിക്കിതുവരെ ഇതിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇങ്ങനെ ഒരു വയറോട് കൂടിയിട്ടാണ് വരുന്നത്. അപ്പൊ ഞാനിവിടെ ഇങ്ങനെ സമാധാനമായിട്ട് ഓണാക്കി ഇതിങ്ങനെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അതിലിങ്ങനെ
ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ കറങ്ങാൻ തുടങ്ങും. കാണുന്നുണ്ടോ? അതിപ്പം നല്ല കട്ടിയുള്ള സാധനമാണ് ഈ കിടന്ന് കറങ്ങുന്നത്. ഇത് ഇപ്പൊ ഇങ്ങനെ കറങ്ങിയിട്ട് ഇനി ഒരു ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് കറങ്ങും. പിന്നെ എനിക്ക് ഒന്നും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ ഇങ്ങനെ നീഡിങ് പോലത്തെ ഒരു എഫക്റ്റ് ആണ്. കുറച്ചും കൂടി ഇങ്ങനെ ഉരുട്ടി എടുക്കുന്ന ഒരു അവസ്ഥയാണ്. 3 മോഡം കണ്ടാണുള്ളത്. അപ്പൊ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതിവിടെ ഓൺ ആക്കി വെച്ചാൽ ഞാനിവിടെ ഈ മതിലിനോട് ചേർന്നിട്ടായിരിക്കുന്നത്. നമുക്ക് കസേര വല്ല ഉണ്ട്, കസേരയിൽ ഇതിങ്ങനെ എന്താണ് കൊളുത്തി വെക്കാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇത് ഇങ്ങനെയോ വെക്കാം. നമുക്ക് കാലെടുത്തതിന്റെ പുറത്ത് താഴെ വെച്ചിട്ടേ കാലെടുത്തതിന്റെ പുറത്ത് വെച്ചാലും കുറച്ച് ഇഫക്റ്റ് ആണ്. ഇത് ഇങ്ങനെ ഉള്ളതിനെക്കാട്ടിലും ഇതിന്റെ ബാക്ക് സൈഡിൽ നിന്ന് ഒരു പ്രഷർ വരുമ്പോഴാണ് നമുക്ക് ശരിക്കും എഫക്റ്റീവ്. ഇത് ഞാനിങ്ങനെ ഇരുന്ന് വെച്ച് ശരിക്കും നമുക്ക് ഈ കഴുത്തിന്റെ ഈ മേൾഭാഗമൊക്കെ നല്ല പ്രയാസം വരുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ എത്രത്തോളം മതിലിലോട്ട് പ്രഷർ കൊടുക്കുന്നു അതനുസരിച്ച് ശരിക്കും ഒരാൾ നിന്ന് ഇങ്ങനെ കായ് കൊണ്ട് നല്ലോണം തിരുമുന്ന പോലെ ഇരിക്കും. അപ്പോൾ ഭയങ്കര എഫക്റ്റീവാണ്. ജസ്റ്റ് ഒന്നിങ്ങനെ റിലീസ് ചെയ്ത് വിടത്തില്ലേ, അതാണ്. ഇതിപ്പോൾ തിരിച്ച് കറങ്ങാണ്. ശരിക്കും ഒരാൾ ഇങ്ങനെ തല്ലി തിരുമത്തില്ലേ, ആ ഒരു അവസ്ഥയാണ്. അപ്പൊ ആദ്യത്തെ 1-2 ആഴ്ച ഇതിങ്ങനെ, അതായത് ആദ്യത്തെ 2-3 ദിവസം ഞാൻ ഈ ഒരു ആവേശത്തില്, ഇത് കിട്ടിയ ആവേശത്തിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇതിങ്ങനെ തിരുമി പിറ്റേന്നായപ്പോ നീര് വെച്ചു കേട്ടോ. സോ അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മള് ഒരു ആവേശത്തിന് കയറിയിട്ട് കുറേ നേരം വെച്ചോണ്ടിരിക്കില്ല, നമ്മുടെ മസില് പണി കിട്ടും. സോ കുറച്ചു നേരം അതൊന്ന് റിലീസ്, അതായത് ആ മസിലൊക്കെ ഒന്ന് തിരുമി ഒന്ന് റിലീസ് ആവുന്നവരെയൊക്കെ നിൽക്കാവുള്ളൂ. ഇത് മൊത്തം നേരം നമ്മളിങ്ങനെ, എന്നിട്ട് ഞാനിങ്ങനെ ഇതിപ്പോ ബാക്കിലോട്ട് ഇറക്കി നടു മൊത്തം ഒന്ന് തിരുമിക്കും. ഓക്കെ, അപ്പൊ അത് നമ്മുടെ മറ്റേ സ്പൈനൽ കോഡ്, മറ്റേ നട്ടെല്ലിന്റെ ഭാഗത്തോട്ട് തിരുമല് കൊണ്ടുപോകാതിരിക്കുക, അത്രേ ഉള്ളൂ. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ അത് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തെ വെച്ച് കഴിഞ്ഞാൽ നല്ലോണം മസിൽ റിലീസ് ആവും. ഫൈബ്രോമൈൽജിയ ഉള്ളവരുടെ സ്പെഷ്യലി മസിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ആ ഏരിയയിൽ നമ്മളിത് ഭയങ്കര എഫക്റ്റീവാണ്. വേറൊരാൾ നിന്ന് തിരുമുന്നതിന് പകരം അല്ലെങ്കിൽ അയാളുടെ കൈ പോകുന്നതിനെക്കാട്ടിലും ഇത് കുറച്ച് ബെറ്റർ ആണ്. പിന്നെ ഈ കഴുത്തിന്റെ ഈ ഭാഗം ഈ വളവിഞ്ഞിരിക്കുന്ന ഭാഗത്ത് നമുക്ക് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. പിന്നെ അത് അധികം തിരുമി കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിന്റെ സൈഡിൽ അധികം തിരുമി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടുകയും ചെയ്യും, കാരണം നീര് വെക്കും. അപ്പൊ ഇത്രയാണ് ഈ ഒരു മസാജറിനെ പറ്റി പറയാനുള്ളത്. ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, നിങ്ങൾ നോക്കുക. ഇതിനോടൊപ്പം തന്നെ വേറെയും ഒത്തിരി മസാജിങ്ങിന്റെ സംഭവങ്ങളുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതാന്ന് വെച്ചാൽ മേടിക്കുക. ഇതിപ്പോ എനിക്ക് നെക്കിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. നെക്ക്, ഷോൾഡർ ആണ് എപ്പോഴും സ്റ്റിഫായിട്ടിരിക്കുന്നത്. സ്റ്റിഫായിട്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പയ്യെ ആ മസിൽ അവിടെ പിടിച്ചിരിക്കുന്നിടത്തുനിന്ന് വേദന മേളോട്ട് ഇറങ്ങിയല്ല മേളോട്ട് കയറി വരും. പിന്നെ നമ്മൾ കിടപ്പാവും. അപ്പൊ അതിനേക്കാളും ഇത് ഭയങ്കര എഫക്റ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് സാധാരണ ബിജൂഡ് ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു പേടിയാണ്, എനിക്ക് തിരുമ്മി തരാൻ ആരും ഇല്ലല്ലോ എന്ന്. പക്ഷെ ഇവിടെയൊക്കെ ഉള്ള പരിപാടി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് വെച്ച് ചെയ്തു കഴിഞ്ഞാൽ പണി കിട്ടും, കാരണം ഭയങ്കര പ്രഷറാണ്. അപ്പൊ ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മയത്തി പിടിച്ചില്ലെങ്കിൽ പെട്ടെന്ന് കയറി നീര് വെക്കും. നീര് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വേദന നമ്മൾ അടുത്ത 2-3 ദിവസം സഹിക്കേണ്ടി വരും. സോ ഈ ബാക്ക് സൈഡിൽ ഞാനൊക്കെ ആണെങ്കിൽ കൈ ഇങ്ങനെ ചരിച്ചൊക്കെ വെച്ചിട്ടാ കിടന്ന് ഉറങ്ങുന്നത്. അപ്പൊ അതിൻ്റെ രാവിലെ ആകുമ്പോഴത്തേക്കും ഇങ്ങോട്ടേക്ക് പെയിൻ റേഡിയേറ്റ് ചെയ്ത് അവിടെ മസിൽ സ്റ്റിഫായിട്ടിരിക്കും. അപ്പൊ അതൊന്ന് റിലീസ് ചെയ്ത് വിടാനാണ് ഇത് ബെസ്റ്റ്. സെയിം വേ കാല് വേദന എടുക്കുമ്പോൾ കാലിന്റെ അടിയിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ കാല് നീട്ടിയിരിക്കാം. പിന്നെ ഇതിൽ ചെറിയൊരു ചൂട് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. എനിക്ക് ആ ചൂട് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല, അധികം ചൂട് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ആ ചൂടും കൂടെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ അതിനാണ് കുറെ പേര് നെഗറ്റീവ് റിവ്യൂ ഇട്ടേക്കുന്നത്, ചൂട് അധികം ഇല്ലെന്ന്. പക്ഷെ എനിക്ക് ചൂടിന്റെ ആവശ്യമില്ല, എനിക്കിതൊന്നും തിരുമ്മി കിട്ടിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഭയങ്കര ലോങ് ആയിപ്പോ അല്ലേ, ഒരു ആവേശത്തിന് പറഞ്ഞു പോയതാണ്. അപ്പൊ അടുത്ത വീഡിയോ നമുക്ക്